അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th AK മദ്രസ വാർഷിക പരീക്ഷയുടെ ലിസാനുൽ ഖുർആനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആക്ടിവിറ്റി 1 നുസ്ലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർക്കാം. ഒന്നാമത്തെ ചോദ്യം, അൻവർ മുദരിസുൻ ഡാഷ് മുദരിസുൻ ഫിൽ മദ്രസത്തി സാനവിയ. അതിനോട് യോജിക്കുന്നത് അൻവർ ഒരു ബോയ് ആണല്ലേ, അപ്പോൾ അതുകൊണ്ട് അവിടെ ഹുവ എന്നാണ് വരിക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫി സൊഫി അൻവർ അഷ്റൂന ത്വാലിബൻ ഡാഷ് ജാലിസൂന അലൽ മഖഅദി. ഇതിൽ അഷ്റൂന ത്വാലിബൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്, അവിടെ ഹും എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ ചോദ്യം, ഷാക്കിറത്തു ദാരിസത്തുൻ ഡാഷ് മുജിദത്തുൻ മദ്രസത്തുഹ ഫിൽ മദീനത്തി. ഷാക്കിറ ഒരു പെൺകുട്ടി ആയത് കാരണം അവിടെ നമ്മൾ ഹിയ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നാലാമത്തെ ചോദ്യം, യാ ഫായിസ് ഡാഷ് സഈദുൻ. ഇവിടെ അൻത എന്ന് ചേർത്ത് കൊടുക്കുക. നീ എന്ന അർത്ഥമാണ് വരുന്നത് അൻത എന്ന വാക്കിന്. സെക്കൻഡ് ആക്ടിവിറ്റി നുമയ്യിസു, തിരഞ്ഞെടുത്തെഴുതാൻ വേണ്ടിയിട്ടാണ്. അവിടെ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഗഫൂറുൻ യുസ്വല്ലി അൽ മുസ്ലിമൂൻ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം തക്തുബു നാജിയത്തു അരിസാല യഷ്റബു ജാബിർ അഷായ അസ്സൗമു ഇബാദത്തുൻ. ഈ 6 സെൻറ്റൻസിനെ നമ്മൾ ജുംല ഫിഅലിയ, ജുംല ഇസ്മിയ എന്നിങ്ങനെ വേർതിരിച്ചെഴുതാനാണ് പറയുന്നത്. ജുംല ഫിഅലിയ എന്ന് പറയുമ്പോൾ ഒരു ഫിഅൽ കൊണ്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസാണ് ജുംല ഫിഅലിയ എന്ന് പറയുന്നത്. ജുംല ഇസ്മിയ എന്ന് പറയുന്നത് ഒരു പേര് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇസ്മ കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസിനെയാണ് ജുംല ഇസ്മിയ എന്ന് പറയുന്നത്. ആദ്യത്തേത് അല്ലാഹു ഗഫൂറുൻ, ജുംല ഇസ്മിയയാണ്. യുസ്വല്ലിൽ മുസ്ലിമൂന, ജുംല ഫിഅലിയയാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ജുംല ഇസ്മിയയാണ്. തക്തുബു നാജിയത്തു അരിസാലത്ത, ജുംല ഫിഅലിയ. യഷ്റബു ജാബിർ അഷായ, ജുംല ഫിഅലിയ. അസ്സൗമു ഇബാദത്തുൻ, ജുംല ഇസ്മിയ. മൂന്നാമത്തെ ആക്ടിവിറ്റി നുജീബു, നമുക്ക് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, കം ഉംറുക, നിൻ്റെ വയസ്സ് എത്രയാണ്? അതിൻ്റെ ആൻസർ കൊടുക്കുക. ഉമുരി, പിന്നെ നിങ്ങളുടെ വയസ്സ് ഒരു 9 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ തിസ്ഉ സനവാത്തിൻ എന്ന് കൊടുക്കുക. രണ്ടാമത്തത്, കം സൂറത്തൻ ഫിൽ ഖുർആനിൽ കരീം, നമ്മുടെ ഖുർആനിൽ കരീമിൽ എത്ര സൂറത്തുകളുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഫിൽ ഖുർആനി മിഅത്തുൻ വ അർബഅ അശ്റത്ത സൂറത്തൻ, 114 സൂറത്തുകളുണ്ട്. മൂന്നാമത്തെ ചോദ്യം, അയിന കിതാബുക, നിൻ്റെ ബുക്ക് എവിടെയാണ്? കിതാബി ഫിൽ ഹഖീബത്തി. നാലാമത്തെ ചോദ്യം, കൈഫൽ ഹാൽ യാ തുല്ലാബ്, നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതിന് നമ്മൾ സൈൻ അൽഹംദുലില്ലാ എന്ന് കൊടുക്കുക. അഞ്ചാമത്തെ ചോദ്യം, മത്ത തഗ്റുബു ഷംസ്, എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത്? അപ്പോൾ അവിടെ അതിൻ്റെ സമയം എഴുതുക മസാഅൻ. നാലാമത്തെ ആക്ടിവിറ്റി നലഉ അദാത്തൽ ഇസ്തിഫ്ഹാമിൽ മുനാസിബത്ത ഫിൽ മക്കാനിൽ ഖാലി, ക്വസ്റ്റ്യൻ വേർഡ്സ് ചേർത്ത് കൊടുക്കാൻ. ഒന്നാമത് ഡാഷ് യഅ്തിൽ വാലിദു മിൻ ദുബായ്, പിതാവ് ദുബായിൽ നിന്ന് വരുന്നത്. മത്ത എന്ന് ചേർത്ത് കൊടുക്കുക, മത്ത എപ്പോൾ. രണ്ടാമത്തെ ചോദ്യം, യുസ്നഉ ഹാദൽ കഅ്കു, ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് അവിടെ വേണ്ടത്, കൈഫ. മൂന്നാമത്തെ ചോദ്യം, ഡാഷ് ഫിൽ ഇനാഇ, പാത്രത്തിൽ എന്താണ് എന്ന് വരുന്ന വേർഡായിട്ടുള്ള മാത ചേർത്ത് കൊടുക്കുക. നാലാമത്തെ ചോദ്യം, ഡാഷ് മദ്രസത്തുക, ഐന മദ്രസത്തുക, നിൻ്റെ മദ്രസ എവിടെയാണ്?
അഞ്ചാമത്തെ ആക്ടിവിറ്റി നുതർജിമു, തർജ്ജമ ചെയ്യാം. ലാ തഹ്സൻ ഇന്നി ഉസാഇദുക, വിഷമിക്കേണ്ട, നിന്നെ ഞാൻ സഹായിക്കാം. രണ്ടാമത്തെ ചോദ്യം യൻളുറുല്ലാഹു ഇലാ ഖുലൂബിന, അല്ലാഹു തആല നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. ആറാമത്തെ ആക്ടിവിറ്റി നുതമ്മിം, പൂർത്തിയാക്കാം. ഒന്നാമത്തത് റബ്ബി ഹയ്യിഅ് കുല്ലി ഹീനിൻ ലീ നജാഹൻ വ സആദ. അടുത്തത് നജ്ജിനി മിൻ കുല്ലി ഷർരിൻ വ അദാബിൻ വ ഷഖാവ.